ക്വാണ്ടിറ്റി സർവേയിങ് 1ന്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്ലാനും സെക്ഷനും നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇതിന്റെ ഇന്റേണൽ വാൾ പ്ലാസ്റ്ററിങ്, പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റേണൽ വാൾ പ്ലാസ്റ്ററിങ്, അതുപോലെ തന്നെ സീലിംഗ് പ്ലാസ്റ്ററിങ്, ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു വാൾ പ്ലാസ്റ്ററിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് വാൾസിന് സെയിം പ്ലാസ്റ്ററിങ് ആണ്. 12 mm thick cement plaster 1:6 ഓൺ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് വാൾസ് ആണ്. അപ്പോൾ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഇൻസൈഡ് ഓഫ് റൂംസ് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് ഇൻസൈഡ് ഓഫ് റൂംസ് എന്നുള്ളത് എന്താണ് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതായത് ഓരോരോ റൂംസ് ആയിട്ട് എടുത്ത് ചെയ്യാം. ഇപ്പൊ ലിവിംഗ് റൂം മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ 4 മീറ്റർ ബൈ 5 മീറ്റർ അഥവാ 400 സെന്റിമീറ്റർ ബൈ 500 സെന്റിമീറ്റർ ആണ് ഡയമെൻഷൻ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എങ്ങനെയാണോ നിങ്ങളുടെ ലോജിക്കിൽ ആ ഒരു മൈൻഡിൽ തോന്നുന്നത്, ആ ലോജിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതായത് 4/5 മീറ്റർ ആവുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൂമിനെ തന്നെ എങ്ങനെ ചെയ്യാം, ഇപ്പൊ അതിന്റെ എന്താണ് ചെറിയ ഡയമെൻഷൻ 4 മീറ്റർ ഇവിടെ 2 വാൾസിലാണ് വരുന്നത് ലെങ്ത്. അപ്പൊ 2 വാൾസ് പിന്നെന്താണ് 4 മീറ്റർ ഡയമെൻഷൻ ലെങ്ത് വൈസ് മൾട്ടിപ്ലൈഡ് ബൈ എന്ത് ചെയ്യണം, ഇനി ആ ഒരു ഹൈറ്റ് ഓഫ് ദ വാൾ, അതായത് പ്ലാസ്റ്ററിങ് നമ്മൾ മെഷർ ചെയ്യുന്നത് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് IS 1200 അനുസരിച്ച് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വാൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്ക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്താണ് പ്ലാസ്റ്ററിങ് എങ്ങനെ മെഷർ ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മുടെ ആ ഒരു ഏരിയ വൈസ് ആണ് ചെയ്യേണ്ടത്. അതായത് സ്ക്വയർ മീറ്ററിലാണ് യൂഷ്വലി നമ്മൾ ചെയ്യുക, അഥവാ മീറ്റർ സ്ക്വയറിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വാൾ എടുക്കുകയാണെങ്കിൽ ആ വാളിന്റെ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ്. ഇപ്പൊ നിങ്ങളൊരു റൂമിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ നേരെ കാണുന്ന വാളിന്റെ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ പ്ലാസ്റ്റർ ചെയ്യാനുള്ള മീറ്റർ സ്ക്വയറിൽ എത്ര വേണം എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഇത് നമുക്ക് ചെയ്യാം. 2x4 ഇപ്പം നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഹൈറ്റ് ആണെങ്കിൽ ഇവിടെ 2 + 1 3 മീറ്റർ ആണ്. അപ്പം 3 മീറ്റർ ഹൈറ്റിൽ അപ്പൊ 2 വാൾസ് അങ്ങനെ ചെയ്യാം. പിന്നെന്താണ്, അപ്പൊ 2 വാൾസ് കവർ ചെയ്തു. ഇനി ഇപ്പുറം 2 വാൾസ് കൂടെ ഉണ്ട്, അത് 5 മീറ്റർ ലെങ്ത്തിലാണ്. അപ്പൊ നിങ്ങൾക്ക് +2 × 5 × 3 എന്ന് ചെയ്യാം. അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. നമ്മൾ ഓരോരോ റൂംസിന് ഇതുപോലെ സിമിലർ വാൾസ് നോക്കി അങ്ങനെ ആ വാൾസ് ട്വൈസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ അല്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ മറ്റൊരു മെത്തേഡാണ് പെരിമീറ്റർ എടുത്താൽ മതി. അതായത് ഈ ഒരു ലിവിംഗ് റൂം ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ്. അപ്പോൾ 2 × L+B ചെയ്താൽ എന്ത് കിട്ടും, പെരിമീറ്റർ ഓഫ് ദാറ്റ് റൂം കിട്ടും. ഇൻസൈഡ് പെരിമീറ്റർ അഥവാ ഉള്ളിലെ ചുറ്റളവ് കിട്ടും. അപ്പൊ അത് നമുക്ക് 2 × 4+5 അങ്ങനെ എടുക്കാം. 2 × 4+5 ആകുമ്പോൾ ആ റൂമിന്റെ ചുറ്റളവ് അകത്തുനിന്നുള്ളത് കിട്ടും. എന്നിട്ട് മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ് ചെയ്താൽ മതി. ഇത് രണ്ടും ഒരേ ആൻസർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പൊ നമ്മൾ ഈ പെരിമീറ്റർ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പം ലിവിംഗ് റൂം നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ഒരു ലിവിംഗ് റൂം ആണുള്ളത്, അത് 4/5 മീറ്റർ ആണ് അതിന്റെ ഡയമെൻഷൻ. അപ്പൊ 2 × 4+5 18 മീറ്റർ. അപ്പൊ ലെങ്ത് 18 മീറ്റർ ആയിട്ട് എടുക്കുന്നു, ഹൈറ്റ് 3 മീറ്റർ ആയിട്ട് എടുക്കുന്നു. അത് 1 × 18 × 3 നിങ്ങൾക്ക് 54 മീറ്റർ സ്ക്വയർ ലിവിംഗ് റൂമിന് മാത്രം പ്ലാസ്റ്ററിങ് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ബെഡ്റൂം ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്യാം. ബെഡ്റൂം ചെയ്യുമ്പോൾ എങ്ങനെ വരും, ബെഡ്റൂം ചെയ്യുമ്പോൾ 4 മീറ്റർ ബൈ 3 മീറ്റർ ആണ്. അപ്പോൾ 2 × 4+3 ആണ് ബെഡ്റൂമിന്റെ ഇൻസൈഡ് പെരിമീറ്റർ. അപ്പം അത് 2 × 4+3 എഴുതി. അപ്പൊ നിങ്ങൾക്ക് എത്ര, 2 × 7 അപ്പോൾ 14 മീറ്റർ എന്ന് കിട്ടി. അത് ലെങ്ത്തിനകത്ത് എഴുതി. അപ്പോൾ ഒരു ബെഡ്റൂം ലെങ്ത് 14 മീറ്റർ, ഹൈറ്റ് 3 മീറ്റർ, അപ്പോൾ 42 മീറ്റർ സ്ക്വയർ ബെഡ്റൂം. ഇനി കിച്ചൺ, ടോയ്ലറ്റ് അതെല്ലാം അങ്ങനെ തന്നെ ചെയ്യാം. കിച്ചൺ ആകുമ്പോൾ 2 × 2.6 + 1.8. അപ്പൊ അത് കിച്ചണിന്റെ അകത്തു കൂടെയുള്ള ആ ഒരു പെരിമീറ്റർ മാത്രം. എന്നിട്ട് മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ് ചെയ്യാം. ടോയ്ലറ്റ് ആകുമ്പോൾ 2 × 1.2 + 1.8 മൾട്ടിപ്ലൈഡ് ബൈ ഇതുപോലെ തന്നെ ഹൈറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഓരോന്നിന്റെയും ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കണ്ടുപിടിക്കാം, പ്ലാസ്റ്ററിങ് ഏരിയ. ഇപ്പം ഇൻസൈഡ് ഡയമെൻഷൻസ് ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് വീടിന്റെ ഔട്ട്സൈഡ് സെയിം പ്ലാസ്റ്ററിങ് തന്നെയാണ്. അപ്പോൾ വീടിന്റെ ഔട്ട്സൈഡ് ഡയമെൻഷൻസ് നോക്കാം. അപ്പൊ ഔട്ട്സൈഡ് ഡയമെൻഷൻസ് ആവുമ്പോൾ നമ്മൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കും,
ഈ ലിവിംഗ് റൂമിന്റെ 4 മീറ്റർ ആണ് ലെങ്ത്, ബെഡ്റൂം 4 മീറ്റർ, അതായത് എക്സ് ഡയറക്ഷനിലെ ഡയമെൻഷൻ ആണ് 4 മീറ്റർ വീതം. അപ്പൊ എങ്ങനെയാണ് ഔട്ട്സൈഡ് ഡയമെൻഷൻ കണ്ടുപിടിക്കുക? എളുപ്പമാണ്. 4 + 4 8 ആയി. പിന്നെന്താ ഔട്ട്സൈഡ് ആണ്. അപ്പൊ എല്ലാ വാളിന്റെയും ഫുൾ തിക്നെസ്സുകൾ, ഇത് ഒരു ഫുൾ തിക്നെസ്, ഇത് രണ്ടാമത്തെ ഫുൾ തിക്നെസ്, 3 വാൾസിന്റെ ഫുൾ തിക്നെസ് ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ എത്ര? 0.2 വരും. 0.2 ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഇവിടെ 20 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് വാൾ തിക്നെസ്. അപ്പൊ 3 തവണ 0.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 4 + 3 × 0.2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8.6 എന്ന് കിട്ടുന്നുണ്ട്. ആ 8.6 ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഔട്ടർ ഡയമെൻഷൻ. ഇനി നിങ്ങൾക്ക് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ 8.6ന്റെ ഔട്ടർ വാൾസ് എത്ര ഉണ്ട്? ഇവിടെ ഒരെണ്ണം, ബാക്കില്, ഫ്രണ്ടിലും ബാക്കിലും ചെയ്യണം അല്ലേ? അപ്പൊ 2 എണ്ണം അങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ട് ചെയ്യാം. 2 8.6 മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ് 3 മീറ്റർ, അങ്ങനെ ചെയ്യാം. പ്ലസ് എന്താണ് ഇപ്പുറത്തെ സൈഡിലെയും ഔട്ടർ ഡയമെൻഷൻ നിങ്ങൾക്ക് വേണം. അതിവിടെ 5 മീറ്റർ ലിവിംഗ് റൂമിന്റെ ഡയമെൻഷൻ, അതായത് ഈ ഒരു ഡയമെൻഷൻ ഇൻസൈഡ് 5 ആണ്. എന്നിട്ട് 2 വാൾസ് അപ്പുറം ഇപ്പുറം കൂട്ടുമ്പോൾ 5 + 2 × 0.2, അപ്പൊ 5.4. അങ്ങനെ 2 5.4ന്റെ വാൾസ് ഔട്ട്സൈഡിലെ y ഡയറക്ഷനിൽ ഉണ്ട്. ഞാൻ ഈ XY ഇങ്ങനെ കേട്ടോ ഉദ്ദേശിക്കുന്നത്, എക്സ് ഇങ്ങനെ, y ഇങ്ങനെ. അപ്പോൾ അങ്ങനെ 5.4 എടുത്തിട്ട് 2 ടൈംസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഇവിടെയും നമുക്ക് പെരിമീറ്റർ ഉപയോഗിച്ച് ചെയ്യാം. എങ്ങനെ? 8.6 / 5.4 ആണ് ഈ ഒരു പ്ലാനിന്റെ ഔട്ടർ ഡയമെൻഷൻ. റെക്റ്റാങ്കിൾ തന്നെയാണ്. അപ്പം ആ ഔട്ടർ ചുറ്റളവ്, ആ ഒരു ഈ ഡയമെൻഷൻ കിട്ടി ഈ റെക്റ്റാങ്കിളിന്റെ. 8.6 / 5.4 ആണ് നമ്മുടെ എന്ത്, ആ ഒരു ഔട്ടർ ഡയമെൻഷൻ. അപ്പൊ നിങ്ങൾക്ക് 2 × L + B ഇവിടെയും ചെയ്തൂടെ? ലെങ്ത് ബ്രെഡ്ത്ത് എന്നുള്ള ഫോമിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ആയ 2 × 8.6 + 5.4 നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതായത് ഒരു 14 കിട്ടും അല്ലെ? 8.6 + 5.4 ചെയ്യുമ്പോൾ 14 മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 28 കിട്ടും ലെങ്ത്. അപ്പൊ 28 നിങ്ങൾ ലെങ്ത്തിൽ എഴുതി. കണ്ടോ, ഇപ്പോൾ ഔട്ട്സൈഡ് ഡയമെൻഷൻ ഒരെണ്ണമായിട്ട് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ 2 വാൾസ്, മൊത്തം 4 വാൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യണം. ഒറ്റയടിക്ക് പെരിമീറ്റർ ആക്കി എടുത്തു. മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 മീറ്റർ ആണ്. 28 × 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 84 മീറ്റർ സ്ക്വയർ അതും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് റൂംസിന്റെ വാൾസ് മൊത്തം നമ്മൾ എടുത്തു. അതിന്റെ ഞാനൊരു ടോട്ടൽ എടുത്തു വെക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിപ്പോ ടോട്ടൽ ഞാൻ അവിടെ എടുത്തു വെച്ചു. 224.4 മീറ്റർ സ്ക്വയർ ആണ് ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് വാൾസിന്റെ ഏരിയ മൊത്തമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഒരു സംശയം തോന്നുന്നുണ്ടാവും, ഇത് ഇങ്ങനെ വെറുതെ എടുത്തിട്ട് കാര്യമില്ല. കാരണം ഈ അകത്തുനിന്ന് റൂംസിന്റെ ഫുൾ ഏരിയ ഒക്കെ എടുക്കുമ്പോൾ ഇവിടെ ഡോറൊക്കെ വരുന്നുണ്ട്, ഡോർസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്ത് ആണെങ്കിൽ ഈ ഔട്ട്സൈഡ് എടുക്കുമ്പോഴും ഇവിടെ ഡോർ വരുന്നുണ്ട്. ബട്ട് ഈ ഓപ്പണിങ്സിന്റെ ഡിഡക്ഷൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഓപ്പണിങ്സിന്റെ ഡിഡക്ഷൻസ് ചെയ്യാന്നുള്ളതാണ്. ഓപ്പണിങ്സിന്റെ ഡിഡക്ഷൻ നമ്മൾ മൊത്തം ഈ ഒരു 12 mm പ്ലാസ്റ്റർ ഉണ്ടല്ലോ, അത് എവിടെയൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓപ്പണിങ്സിന്റെ ഡിഡക്ഷൻ. അത് ഇവിടെ ഉണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് പാരപ്പറ്റും കൂടെ എടുക്കാം. അപ്പൊ ഓപ്പണിങ്സിന്റെ ഡിഡക്ഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു കേസ് എന്ന് വെച്ചാൽ സാധാരണ മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്ക്സ് നോക്കിയിട്ടാണ് എങ്ങനെയാണ് ഓരോ വർക്കും നമ്മൾ എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് IS 1200. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഒരു ഓപ്പണിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏരിയ, ആ ഓപ്പണിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ സ്ക്വയറിന്റെയും 3 മീറ്റർ സ്ക്വയറിന്റെയും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ മാത്രമല്ല 2 ഫേസസും അകവും പുറവും എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പ്ലാസ്റ്ററിങ് ഒരേ പ്ലാസ്റ്റർ തന്നെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, ഒരേ മിക്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഡിഡക്ഷൻ ഷാൽ ബി മെയ്ഡ് ഫോർ 1 ഫേസ് ഓൺലി. അതായത് ആ ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിങ്സിന്റെ ഡിഡക്ഷൻ ഒരു സൈഡിൽ ചെയ്താൽ മതി. അതെന്താ അങ്ങനെ പറയാൻ കാരണം, ശരിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഇപ്പം ഇൻസൈഡ് എടുക്കുമ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് വന്നു, അപ്പൊ അത് അവിടെ ഡിഡക്ട് ചെയ്യണം. പക്ഷെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ വീണ്ടും ഇവിടെ ആ ഒരു ഓപ്പണിംഗ് നമ്മൾ ഫുൾ ലെങ്ത് അല്ലേ എടുത്തത്, അപ്പൊ വീണ്ടും ഡിഡക്ട് ചെയ്യണ്ടേ, 2 തവണ ഡിഡക്ട് ചെയ്യണ്ടേന്ന് മൈൻഡിൽ തോന്നുന്നുണ്ടാവും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്കിൽ പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ ഡോർസിനും വിൻഡോസിനും
എന്ത് വരും എന്ന് വെച്ചാൽ ഈ ജാംസ് സിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോർഷൻസിൽ, അതായത് ഇതാണ് ഈ വിൻഡോന്റെ സില്ല്, അതുപോലെ ജാംസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എഡ്ജസ്, അതുപോലെ റിവീൽസ്. സില്ല് എന്ന് പറഞ്ഞാൽ സില്ല് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നു ഇത്. അതുപോലെ സോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു ഭാഗം, അങ്ങനെ സോഫിറ്റ് അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹെഡ് ഒരു ഓപ്പണിങ്ങിന്റെ ഇങ്ങനെ ആ ഒരു ബീം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈ ഒരു ഭാഗത്തിനെയാണ് സോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ജാംസും റിവീൽസും ആ ഭാഗങ്ങളൊക്കെ സില്ല്, ഇത് എസ് ആട്ടോ, സില്ലൊക്കെ പ്ലാസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ആക്ച്വലി അല്ലെ. അപ്പൊ അതൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇവിടെ. അപ്പോൾ ആ അഡീഷൻ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയും നമുക്ക് എന്താണ് ആ ഒരു അഡീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് 0.5-ന്റെയും 3-ന്റെയും ഇടയ്ക്ക് ഏരിയ വരുന്നത്, മീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ഓപ്പണിങ്സ് ആയിരിക്കും കൂടുതലും വീടുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ഫേസിൽ എക്സ്റ്റേണലിലും ഇന്റേണലിലും ആക്ച്വലി ഡിഡക്ട് ചെയ്യണമെങ്കിലും ഏതെങ്കിലും ഒരു തവണ മാത്രം ഓപ്പണിങ്സിന്റെ ഏരിയ ഡിഡക്ട് ചെയ്യും. പകരം എന്ത് ചെയ്യില്ല, ഈ ജാമ്പ് സോഫിറ്റ് സിൽസ് അവിടത്തേക്ക് പ്ലാസ്റ്ററിങ്ങിന്റെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യില്ല. അപ്പൊ അതവിടെ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നതാണ് ഈ മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വർക്കിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മളിപ്പോൾ എക്സ്റ്റേണലും ഇന്റേണലും ചെയ്തു. ഇനി എവിടെയെങ്കിലും പ്ലാസ്റ്റർ ചെയ്യാനുണ്ടോ എന്ന് നോക്കാം. ഇനി പ്ലാസ്റ്റർ ചെയ്യാനുള്ള സീലിംഗ് സെപ്പറേറ്റ് ആണ്, വേറെ മിക്സ് ആണ് ചെയ്യുന്നത്. അതായത് ഈ റൂഫ് സ്ലാബ് ഇല്ലേ, അതിന്റെ താഴെ മുകളിലൊക്കെ ചെയ്യണം. അപ്പോൾ അത് പക്ഷേ സെപ്പറേറ്റ് വേറെ മിക്സ് ആണ്. അപ്പൊ അതിന് നമ്മുടെ ക്വസ്റ്റ്യനിലെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇനി ഇവിടെ പാരപ്പറ്റ് വാൾ വരുന്നുണ്ട്. പാരപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീടിന്റെ ഔട്ടർ വാൾസ് ഉണ്ട് അല്ലെ, ഔട്ടർ വാൾസിന്റെ മുകളിലായിട്ട് ടെറസിന്റെ മുകളിലായിട്ട് എന്തുണ്ടാവും, ആ ടെറസിൽ നിങ്ങൾക്ക് കാണാം ഈ പാരപ്പറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഇവിടെ പാരപ്പറ്റ് ഒരു 60 സെന്റിമീറ്റർ ഉയർന്നിട്ട്, 60 ഫുള്ളില്ല, അതിന്റെ ഇടയിൽ റൂഫ് സ്ലാബ് വരുന്നുണ്ട്. അപ്പൊ ഒരു 48 സെന്റിമീറ്ററോളം ഉയരത്തിൽ 60 സെന്റിമീറ്റർ -12 സെന്റിമീറ്റർ, അപ്പോൾ 48 സെന്റിമീറ്റർ ഹൈറ്റിൽ പാരപ്പറ്റ് വാൾസ്. എവിടെ വീടിന്റെ എവിടെ പാരപ്പറ്റ് വരെ, എല്ലാ വാൾസിന്റെ മുകളിലും പാരപ്പറ്റ് വാൾസ് പണിയോ? ഇല്ല, ഈ പുറമേ ഉള്ള 4 വാൾസിന് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് പാരപ്പറ്റ്. അപ്പൊ പാരപ്പറ്റ് ഇത് ഇങ്ങനെ നിൽക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണം. അത് എവിടെയൊക്കെ പ്ലാസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും? പാരപ്പറ്റിനും ഈ പറഞ്ഞോണം എന്തുണ്ട്, ഔട്ടർ സൈഡ് മൊത്തമായിട്ടും, അതുപോലെ ഇന്നർ സൈഡ് മൊത്തമായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ടെറസിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ ഒരു അരമതിൽ പോലെ ഭാഗം, ഈ ഒരു ടോപ്പ് ഫേസിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 3 സ്ഥലത്ത് പാരപ്പറ്റിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ 3 സ്ഥലമാണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, ഔട്ട് സൈഡ്, ഇൻസൈഡ്, ടോപ്പ്. ഇനി പാരപ്പറ്റിന്റെ ഈ പറഞ്ഞ പോലെ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? പാരപ്പറ്റിന്റെ ഔട്ട്സൈഡ്, പാരപ്പറ്റിന്റെ നമ്മള് പാരപ്പറ്റ് വാൾസ് എവിടെയാ വരുന്നത്? നമ്മുടെ വീടിന്റെ ഔട്ടർ ഡയമെൻഷന്റെ മുകളിൽ അതേ തിക്നെസ്സിലാണ്. വാൾ തിക്നെസ് 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞില്ലേ, അതേ തിക്നെസ്സിലാണ് ഈ ഒരു കേസിൽ വന്നിട്ടുള്ളത് 20. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്, നമ്മുടെ വീടിന്റെ ഔട്ടർ ഡയമെൻഷൻസ് തന്നെയാണ് നമ്മൾ പാരപ്പറ്റിന് ഔട്ടർ ഡയമെൻഷൻസ് ആയിട്ട് എടുക്കേണ്ടത്. സെയിം തിക്നെസ് ആയതുകൊണ്ട് ഒന്നും വേറെ നോക്കാനില്ല. ഈ പറഞ്ഞ 8.6/5.4 പാരപ്പറ്റിന്റെയും ഔട്ടർ ഡയമെൻഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കുന്നു, പെരിമീറ്റർ എടുക്കുന്നു. 8.6 + 5.4 മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 28 മീറ്റർ എന്ന് പാരപ്പറ്റിന്റെ ഔട്ട്സൈഡ് ഡയമെൻഷൻ കിട്ടി. അപ്പോൾ പാരപ്പറ്റിന്റെ ലെങ്ത് 28 മീറ്റർ. ഇനി പാരപ്പറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു, 60 സെന്റിമീറ്ററിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 12 സെന്റിമീറ്റർ തിക്ക് RCC സ്ലാബ് വരുന്നുണ്ട്. 60 - 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 48 സെന്റിമീറ്റർ ആണ്. അപ്പൊ 0.48, അപ്പം 28 × 0.48 ചെയ്തു, ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. ഇനി പാരപ്പറ്റിന്റെ ഇൻസൈഡ്. അപ്പൊ പാരപ്പറ്റിന്റെ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വീടിന്റെ ആ ഒരു പുറമേ ഉള്ള വാൾസ് മാത്രം, അതായത് ഈ ഒരു എക്സ്ട്രാ വാൾസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, അങ്ങനത്തെ ഒരു പ്ലാൻ, അതായിരിക്കും പാരപ്പറ്റിന്റെ മാത്രം പ്ലാൻ. ഇതൊന്നുമില്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരു ഔട്ടർ വാൾസ് മാത്രമുള്ള ഒരു പ്ലാൻ ആണ് പാരപ്പറ്റിന്റെ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഇന്നർ ഡയമെൻഷൻസ് എടുക്കണം. അപ്പൊ ഇന്നർ ഡയമെൻഷൻസ് ഞാനിവിടെ വയലറ്റ് കളറിൽ എഴുതിയിട്ടുണ്ട്. ഇന്നർ ഡയമെൻഷൻ എത്രയായിരിക്കും? ഈസി ആണ് അല്ലെ, 4 മീറ്റർ. ഈ റൂമിന്റെ 4 മീറ്റർ, അടുത്ത ബെഡ്റൂമിന്റെ നടുക്കൊരു 0.2ന്റെ വാള്. ഇത് ഈ വാൾ ഇവിടെ അകത്തില്ലാന്നേ ഉള്ളൂ, പക്ഷെ ഈ ഡയമെൻഷൻ നമ്മൾ കൂട്ടണ്ടേ, കാരണം താഴെ ഫൗണ്ടേഷൻ ഒക്കെ പോകണില്ലേ. അപ്പൊ 0.2 ഈ സ്പേസ് നമ്മൾ കൂട്ടണം. അപ്പൊ +0.2. അപ്പൊ 4 + 4 + 0.2 എന്ന് പറഞ്ഞാൽ 8.2 ഇന്നർ ലെങ്ത്. ഇനി ഇന്നർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലിവിംഗ് റൂമിൽ തന്നിട്ടുള്ള 5 മീറ്റർ, അതായിരിക്കും ഇന്നറിലെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ 8.2/5 ആണ് പാരപ്പറ്റിന്റെ ഇന്നർ ഡയമെൻഷൻ. അപ്പോൾ അത് 8.2 + 5 ചെയ്തിട്ട്
മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 26.4 മീറ്റർ എന്ന് കിട്ടും. 26.4 ആണ് ഇതുപോലെ ചുറ്റളവ്. ചുറ്റളവ് മൾട്ടിപ്ലൈഡ് ബൈ ഹൈറ്റ് ചെയ്താൽ മതി. ഹൈറ്റ് ഓഫ് പാരപ്പറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ 0.48. അപ്പോൾ അത്രയുമായി. ഇനി ഞാൻ പറഞ്ഞു ഈ ഒരു ടോപ്പ് ഇവിടെ ആ ഒരു കുറച്ച് പോർഷൻ ഉണ്ട് അല്ലെ, അത് ഫുൾ ആയിട്ടുള്ള ഫുൾ ലെങ്ത് പാരപ്പറ്റിന് പോകുന്നുണ്ട്. അപ്പൊ ആ മോൾ ഭാഗം പ്ലാസ്റ്റർ ചെയ്യണം. ഇപ്പൊ ഞാൻ നമ്മുടെ വീടിന്റെ ഔട്ടർ ഡയമെൻഷനും ഇന്നറും മാത്രം വെച്ചിട്ടുള്ള, അതായത് ഔട്ടർ വാൾസ് മാത്രം, വീടിന്റെ ഔട്ടർ വാൾസ് മാത്രം എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇതുപോലെ ഇരിക്കും അല്ലെ, ഒരു റെക്ടാങ്കുലർ പ്ലാൻ. ഇന്നർ വാൾസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ആ ഒരു ഔട്ടർ വാൾസിന് മുകളിലായിട്ട് ടെറസിൽ പാരപ്പറ്റ് ഉണ്ടാവും. അപ്പൊ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ഈ ഒരു റെഡ് കളറാണ് ആക്ച്വലി ആ ഒരു പാരപ്പറ്റിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ് ഈ ടോപ്പ് ഭാഗം. പാരപ്പറ്റിന്റെ ടോപ്പ് ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അത് എത്രയാ? 20 സെന്റിമീറ്റർ. ഞാൻ പറഞ്ഞു 20 സെന്റിമീറ്റർ തന്നെയാണ് വാളിന്റെയും പാരപ്പറ്റിന്റെയും ഒക്കെ തിക്നെസ്. അത് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ ചെയ്യും, അതിനനുസരിച്ച് നിങ്ങൾ എടുക്കണം കേട്ടോ. അപ്പൊ 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഇനി എങ്ങനെ ചെയ്യും? ഈ ഒരു ഇപ്പൊ നിങ്ങൾ കാണുന്ന ഭാഗം പ്ലാസ്റ്റർ ചെയ്യണം. ആ റെഡ് കളർ കാണുന്ന ഭാഗം പ്ലാസ്റ്റർ ചെയ്യണം. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പ്ലാൻ പോർഷനിലുള്ള ഒരു ഭാഗം അതെങ്ങനെ പ്ലാസ്റ്റർ ചെയ്യും? അപ്പൊ അതിനും ഒരു എളുപ്പ വഴിയുണ്ട്. വേറൊന്നുമല്ല, സെന്റർ ലൈൻ ഡയമെൻഷൻ എടുക്കുക. അതായത് ഔട്ടർ വാൾസിന്റെ സെന്റർ ലൈൻ ഡയമെൻഷൻ എടുത്താൽ മതി, അഥവാ പാരപ്പറ്റിന്റെ സെന്റർ ലൈൻ ഡയമെൻഷൻ എടുത്താൽ മതി. മൾട്ടിപ്ലൈഡ് ബൈ ഈ ഒരു എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈഡ് ബൈ ഈ ഒരു വിഡ്ത്ത് 0.2 ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് പാരപ്പറ്റിന്റെ ആ ഒരു സെന്റർ ലൈൻ ഡയമെൻഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് ഈ വീട് പതിവ് പ്ലാൻ എടുത്തു, എന്നിട്ട് എന്താ ഇതൊന്നുമില്ല, ഈ വാൾസ് ഒന്നുമില്ല, പാരപ്പറ്റ് മാത്രമാകുമ്പോൾ ഇതൊന്നുമില്ല. അപ്പോൾ ഔട്ടർ വാൾസ് മാത്രം. ഔട്ടർ വാൾസിന്റെ സെന്റർ ലൈൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ വരച്ചിട്ടുള്ള ഡോട്ടഡ് ലൈൻ ആണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആ ഒരു സെന്റർ ലൈൻ ഡയമെൻഷൻ എടുക്കണം. സെന്റർ ലൈൻ ഡയമെൻഷൻ എടുക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യുക. ഓരോ റൂമിന്റെ സെന്റർ ലൈൻ ഡയമെൻഷൻസ് ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് റൂം, ലിവിംഗ് റൂമിന്റെ സെന്റർ ലൈൻ ഡയമെൻഷൻ എന്താണ്? 4.2 ആയിരിക്കും. ഇനിയിപ്പോ സെന്റർ ലൈൻ ഡയമെൻഷൻ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം. ഇത് പണ്ട് നമ്മൾ ചെയ്തിരുന്ന മെത്തേഡാണ്. ഓരോന്നും പകുതി എടുത്തിട്ട് ഇവിടെ 0.1 എടുക്കും, അതായത് ഹാഫ് വാള്, പിന്നെ 4 എടുക്കും, ഇപ്പുറത്ത് 0.1 എടുക്കും. ഇതൊക്കെ കൂട്ടുന്നതിനെയാണ് ഈ 4.2 എന്ന് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് ചെയ്യണം, എന്നാലേ നമ്മുടെ പ്രോബ്ലം തീരുള്ളൂ എക്സാമിനൊക്കെ. അപ്പൊ 4.2 ലിവിംഗ് റൂമിന്. ഇനിയിപ്പോ കിച്ചൺ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കൂടെ രണ്ടറ്റത്തും പകുതി തിക്നെസ്, വാൾ തിക്നെസ് ആഡ് ചെയ്യുമ്പോൾ ഇത് 2.8 വരും. അതാണ് ഈ പച്ച കളറിലുള്ളത് മൊത്തം 2.8 ആണ്. ഇനി എന്താണ് ടോയ്ലറ്റ് ആകുമ്പോൾ 1.2 ആണ് ഇന്നർ, പിന്നെ രണ്ട് സൈഡിലെയും സെന്റർ ലൈൻ എടുക്കുമ്പോൾ എത്ര വരും? 1.4. ഈ ബ്ലൂവിൽ എഴുതിയിട്ടുള്ളത് മൊത്തം 1.4 ആണ്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 4.2 പ്ലസ് 2.8 പ്ലസ് 1.4 കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 8.4 എന്ന് കിട്ടി. അതിവിടെ കാണിച്ചിട്ടുണ്ട്. 8.4 ഇതാ ഈ ബ്രാക്കറ്റിലുള്ള ടേം ആണ്. അപ്പൊ അതുപോലെ എന്തുണ്ട്? രണ്ടെണ്ണം ഉണ്ട്. അതുകൊണ്ട് 2 × 8.4 വന്നു. പ്ലസ് എന്താണ്? ഇനി ഇപ്പുറത്തെ സൈഡിലെ ഈ ഒരു സെന്റർ ലൈൻ ഡയമെൻഷൻ വേണം. അതെത്രയാന്ന് നോക്കാം. അതെത്രയാണ്? അത് ഈസിയാണ് അല്ലെ. 5 മീറ്റർ ഇൻസൈഡും പിന്നെ സെന്റർ ടു സെന്റർ ആകുമ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള ഹാഫ് വാൾ തിക്നെസ്. അപ്പൊ 5.2. അങ്ങനെ എത്ര ഉണ്ട്? ഒരെണ്ണം കൂടെ ഉണ്ട്. ഇപ്പുറത്തും ഒരു 5.2 ഉണ്ട്. അപ്പോൾ 2 × 5.2. അപ്പൊ ടോട്ടൽ സെന്റർ ലൈൻ ഡയമെൻഷൻ 2 × 8.4. ഇവിടെ മുകളിൽ എഴുതിയിട്ടുള്ള തന്നെയാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുകയാണ്. 2 × 8.4 പ്ലസ് 2 × 5.2 ആണ് പാരപ്പറ്റിന്റെ മാത്രം സെന്റർ ലൈൻ ഡയമെൻഷൻ. അത് 27.2 ആണ് പാരപ്പറ്റിന്റെ ടോട്ടൽ സെന്റർ ലൈൻ. ആ ഒരു എന്താണ് ഇങ്ങനെ വരച്ച ആ ഒരു റെക്ടാങ്കുലർ സെന്റർ ലൈൻ ടോട്ടൽ ഡയമെൻഷൻ 27.2 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് അത് എവിടെ എഴുതാം ഇനി? അത് ഇവിടെ ടോപ്പിൽ നിന്ന് ഉള്ള വ്യൂ, ടോപ്പ് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് ഈ ബ്ലാക്ക് ഡോട്ടഡ് ലൈൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ 27.2 മീറ്റർ. മൾട്ടിപ്ലൈഡ് ബൈ എന്ത് ചെയ്യണം? ഈ ഒരു വാൾ തിക്നെസ് ആയ 0.2 മീറ്റർ, 0.2 മീറ്റർ ഇട്ട് 20 സെന്റിമീറ്റർ അഥവാ 0.2 മീറ്റർ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ 5.44 മീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഈ മുകൾ ഭാഗം, ഈ റെഡ് കളറിൽ കാണുന്ന ഭാഗം മാത്രം പ്ലാസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഏരിയ. അപ്പൊ ടോട്ടൽ പാരപ്പറ്റ് പ്ലാസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഏരിയ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 31.55 മീറ്റർ സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തൊട്ടുമുമ്പ് എന്താണ് പറഞ്ഞത്? തൊട്ടുമുമ്പ് 224.4 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീടിന്റെ അകവും പുറവും ഓപ്പണിങ്സ് ഒന്നും കൺസിഡർ ചെയ്യാതെ കിട്ടിയിട്ടുണ്ട് ഇത്ര മീറ്റർ സ്ക്വയർ എന്ന്. ഇനി അതിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യുക, 31.55 കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത്? 0.5ന്റെയും 3 മീറ്റർ സ്ക്വയറിന്റെ ഇടയ്ക്കുള്ള ഓപ്പണിങ്സ് ആണ് സാധാരണ ഓരോ ഓപ്പണിങ്, സിംഗിൾ ഓപ്പണിങ്ങിന്റെ കാര്യം കേട്ടോ പറയുന്നത്. അത്രയും ഉള്ള ഓപ്പണിങ്സ് ആണ് സാധാരണ വീട്ടിൽ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒറ്റത്തവണ
ഈ ഒരു ഡിഡക്ഷൻസും കൂടെ ചെയ്യണം, ഡോറിന്റെയും വിൻഡോസിന്റെയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഡക്ഷൻസ് എഴുതാണ്. ഡിഡക്ഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അത് നേരത്തെ കിട്ടിയ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പം ഡിഡക്ഷൻസിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഡോഴ്സിന്റെയും വിൻഡോസിന്റെയും വെന്റിലേറ്റേഴ്സിന്റെയും തന്നിട്ടുണ്ട്. അപ്പൊ ഇനി അത് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ പ്ലാനിൽ നോക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്ലാനിനകത്ത് നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക എത്ര D1 ഉണ്ട്. D1 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 എണ്ണമാണ്. D2 എത്ര എണ്ണം ഉണ്ട്. D2 എന്ന് പറഞ്ഞാൽ 1, 2, 3 എണ്ണമാണ്. അതുപോലെ വിൻഡോ 1 എത്ര എണ്ണം ഉണ്ട്, വിൻഡോ 2 എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുക. വിൻഡോ 1 വരുന്നത് 2 സ്ഥലങ്ങളിൽ, ഇവിടെ ഇവിടെ. വിൻഡോ 2 വരുന്നത് പിന്നെ ദാ ഇവിടെ വിൻഡോ 2, ഇവിടെ വിൻഡോ 2, ഇവിടെ വിൻഡോ 2, വിൻഡോ 3 ദാ ഇവിടെ ഒരു സ്ഥലത്തേ ഉള്ളൂ, ഒരു വെന്റിലേറ്ററും ഉണ്ട്. ഇത്രയും ഓപ്പണിങ്സ് എണ്ണി എടുക്കണം നിങ്ങൾ. എന്നിട്ട് അതിവിടെ ആദ്യം നമ്പർ എഴുതി വെക്കാം. D1, D2, W1, W2, W3. ഇപ്പം 2 D1, 3 D2, 2 W1, 3 W3, 1 3 W2, 1 W3, 1 W1. എല്ലാം നമ്പേഴ്സ് എഴുതി വെച്ചു. ഇനി എങ്ങനെയാണ് ഓപ്പണിങ്സിന്റെ ഏരിയ ഡിഡക്ട് ചെയ്യുക? അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വാൾ ഉണ്ടെങ്കിൽ ആ വാളിന്റെ ഏരിയ, അതായത് ടോട്ടൽ വാൾ ഏരിയ എടുത്തു, അതിൽ നിന്ന് ഒരു ഓപ്പണിംഗ് ഡിഡക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഓപ്പണിങ്ങിന്റെ ഈ ഒരു ഡയമെൻഷൻ മൾട്ടിപ്ലൈഡ് ബൈ ഈ ഒരു ഹൈറ്റ് ഡയമെൻഷൻ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഒരു മൈനസ് ചെയ്യേണ്ട ആ ഒരു ഏരിയ കിട്ടും. അപ്പൊ ഇതില് നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഡയമെൻഷൻസ് എഴുതിയാൽ മതി. 90/200 എന്ന് പറഞ്ഞ ഡോർ ആണെങ്കിൽ 90 ആ ഡോറിന്റെ ലെങ്ത് വൈസ് ഡയമെൻഷൻ ആയിരിക്കും. 200 എന്ന് പറഞ്ഞത് ഡോറിന്റെ ഹൈറ്റ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് 90/200 എന്താക്കണം, മീറ്ററിലേക്ക് ആക്കി. 0.9 ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. അപ്പം 2 × 0.9 × 2 ചെയ്യുമ്പോൾ 3.6 മീറ്റർ സ്ക്വയർ D1ന്റെ. അതുപോലെ D2ന്റെ നോക്കുക, 80/200 ആണ്. അപ്പോൾ നമുക്ക് 3 എണ്ണം ഉണ്ട്. 3 × 80 എന്ന് പറഞ്ഞാൽ 0.8 മൾട്ടിപ്ലൈഡ് ബൈ 2. അപ്പോൾ 4.8 മീറ്റർ സ്ക്വയർ. W1 2 എണ്ണമാണ്. 90/120 ആണ് ഡയമെൻഷൻ. അപ്പൊ 2 എണ്ണം മൾട്ടിപ്ലൈഡ് ബൈ 90 എന്നുള്ളതിനെ മീറ്ററിലേക്ക് ആക്കി മൾട്ടിപ്ലൈഡ് ബൈ 1.2. അങ്ങനെ ഓരോന്നും. W2 135/120 ആണ്. W3 180/120 ആണ്. V1 എന്ന് പറഞ്ഞാൽ 90/60 ആണ്. അങ്ങനെ എല്ലാം ഡയമെൻഷൻസ് എഴുതിയിട്ട് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ ഓപ്പണിങ്സ് മാത്രം ഒരു തവണ കേട്ടോ, വൺ സൈഡ് ഓപ്പണിങ്സ് മാത്രം 18.12 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. നമുക്ക് തൊട്ടുമുമ്പ് കിട്ടിയ പാരപ്പറ്റിന്റെയും പിന്നെ അതുപോലെ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പ്ലാസ്റ്ററിങ് ഏരിയ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 255.95 ആണ്. അതിൽ നിന്ന് 18.12 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 237.83 മീറ്റർ സ്ക്വയർ ആണ് ആ ഒരു പ്ലാസ്റ്ററിങ് ഏരിയ എന്ന് കിട്ടി.